നമസ്കാരം. LED ബൾബുകൾ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ LED ബൾബ് കണ്ടവരിൽ 80% പേരും LED ബൾബിൻ്റെ ഉൾഭാഗം കണ്ടിട്ടില്ലാത്തവരാണ്. നിങ്ങൾ LED ബൾബിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് LED ബൾബിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, വെറുതെ ലൈറ്റ് കത്തുന്ന ഒരു ബൾബ് അത്രമാത്രമേ അറിയുള്ളൂവെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കാണണം. കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മളിന്ന് പൊളിച്ചു നോക്കാൻ പോകുന്ന LED ബൾബ്. ആരും പകുതി പേരും LED ബൾബിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ഒരു 9 വാട്ടിൻ്റെ LED ബൾബാണ്. ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഏകദേശം ഒരു 90 മുതൽ 150 രൂപ വരെ വില വരുന്ന ഒരു LED ബൾബാണിത്. അപ്പോൾ ഇനി നമുക്ക് ഈ LED ബൾബിൻ്റെ പാർട്സുകളെ കുറിച്ച് പറയാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് ഈ സിൽവർ കളറിൽ നിങ്ങൾ ഈ കാണുന്ന സാധനം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോൾഡറിലേക്ക് വെക്കുന്ന പോർഷനാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് 2 ലീഡുകൾ കാണാം. ആ 2 ലീഡുകൾ ഹോൾഡറിൽ 2 ലീഡുകൾ ഇതുപോലെ ഉണ്ടാവും. ആ ലീഡുകൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സംവിധാനമാണ് ഈ 2 ലീഡുകൾ. ഒരു പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ അതിന് പേരൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ലീഡ് കൂടെയാണ് ആ കറണ്ട് വരിക. അതായത് നമ്മുടെ ഹോൾഡറിൽ ഉണ്ടാകുന്ന കറണ്ട് ആ ലീഡ് വഴിയാണ് നമ്മുടെ ബൾബിലേക്ക് എത്തുന്നത്. പിന്നെ രണ്ടാമത്തെ പോർഷനാണ് ഈ ബൾബ് പോർഷൻ, അതായത് ഈ സ്പെറിക്കൽ പോർഷൻ. ഇത് പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഈ ബൾബിന് ഇങ്ങനത്തെ ഈ ഒരു സ്പെറിക്കൽ ഷേപ്പ് ഉണ്ടായത്. അപ്പോൾ മറ്റൊന്നല്ല, ഇതിൽ ലൈറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട്, ഒരു സെറ്റപ്പ് ഉണ്ട്. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റിനെ ഒരു റൂമിലാണെങ്കിൽ ആ റൂമിൽ നല്ല എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് സ്പ്രെഡ് ചെയ്യിക്കാനുള്ള കഴിവ് ഇങ്ങനത്തെ ഒരു ഷേപ്പിനുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കഴിവ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ബൾബിനൊക്കെ ഒരു സ്പെറിക്കൽ ഷേപ്പ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് പൊളിച്ച് നോക്കാം. പൊളിച്ച് നോക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും പൊളിക്കാൻ എളുപ്പമുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഈ സ്പെറിക്കൽ ഷേപ്പുള്ള ഭാഗമാണ്. അപ്പോൾ അത് പൊളിക്കാൻ വലിയ പണിയൊന്നുമില്ല, ഒന്ന് ബലം പ്രയോഗിച്ചിട്ടൊന്ന് തുറക്കാവുന്നുള്ളത്. വല്ല പശ കൊണ്ടൊക്കെ ഒട്ടിച്ചതാണ്. അപ്പോൾ ഇത്തിരി ബലം പ്രയോഗിച്ച് അങ്ങോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 2 ഭാഗങ്ങളായി കിട്ടും. ആ 2 ഭാഗങ്ങളിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഉണ്ടാക്കുന്ന ഭാഗം, മറ്റേ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് സ്പ്രെഡ് ചെയ്യിക്കുന്ന ഭാഗം. അപ്പോൾ ഈ സ്പ്രെഡ് ചെയ്യിക്കുന്ന ഭാഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ് എന്താ സംഭവം എന്ന്. സ്പ്രെഡ് ചെയ്യുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് വരാം. ഇതാണ് നമ്മളുടെ ഒരു LED ബൾബ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും മെയിനായിട്ടുള്ള പാർട്ട്. ഇതിനെ ഒരു കൺട്രോളിങ് പാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ വിളിക്കാം. അതിൻ്റെ മെയിൻ പാർട്ട് നമ്മൾ LED സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ഒരു LED പാനലാണ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കി ഏകദേശം ഒരു 18 LED കാണാം. ആ LED പാനൽ 2 സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. പിന്നെ അതിൽ ഈ LED പാനലിൻ്റെ പിന്നിലൊരു സർക്യൂട്ട് ഉണ്ടായിരിക്കും. ആ സർക്യൂട്ടിലേക്ക് വെള്ളം കയറാതിരിക്കാനും അതുപോലെ പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റായിട്ടാണ് സീൽ ചെയ്തിട്ടുണ്ട്. ആ സീലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് 2 സ്ക്രൂവും പിന്നെ ഒരു നിങ്ങൾക്ക് കാണാൻ കഴിയൊരു സ്റ്റീലിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിലാണ് ഈ LED പാനൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റീൽ കോട്ടിംഗ് ഒക്കെ നല്ലൊരു ഉറപ്പുള്ളൊരു പശ വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഈ LED പാനലിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ 2 സോൾഡർ ചെയ്ത ഭാഗങ്ങളാണ്. അതിൽ 2 വയറും കാണാം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LED പാനലിലേക്കുള്ള കറണ്ട് എത്തുന്നത് ഇത് കൂടെയാണ്. ഇതിൻ്റെ പിന്നത്തെ സർക്യൂട്ട് ഉണ്ടാവും, സർക്യൂട്ടിൽ നിന്ന് കറണ്ട് ഇതൊക്കെ എത്തുന്നത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ സർക്യൂട്ട് എന്താണെന്ന് ഒന്ന് പൊളിച്ച് നോക്കാം. അപ്പോൾ എന്നാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാനിതങ്ങ് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ പൊളിച്ചിട്ട് ഞാൻ പാർട്സ് ഒന്നും പുറത്തേക്ക് വെച്ചിട്ടില്ല. അപ്പോൾ ഞാനിത് ഇതുപോലെ തന്നെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് സ്ക്രൂ മാത്രം ജസ്റ്റ് അയച്ചിട്ടുള്ളൂ. ഇതാണ് അപ്പോൾ ഞാൻ അത്രയും നേരം പറഞ്ഞ സർക്യൂട്ട്. നമ്മുടെ LED പാനലിനെ കൺട്രോൾ ചെയ്യുന്ന സർക്യൂട്ടാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമ്മുടെ ആ ഒരു കേസിങ്ങും ഇനിയിപ്പോൾ ആവശ്യമില്ല, അത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ LED പാനൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ കാണാം. ഞാൻ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, ഇവിടെ LED പാനലും നമ്മുടെ സ്റ്റീൽ പ്ലേറ്റും തമ്മിൽ എന്തോ ഒരു നല്ല ഉറപ്പുള്ള പശ വെച്ചിട്ട് അവർ ഒട്ടിച്ചിരിക്കുകയാണ് ഈ മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കിയവർ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോണ്ടാക്റ്റ് കാരണം, ഈ ഒരു സെറ്റപ്പ് കാരണം നമ്മളുടെ
അതിൻ്റെ ഓപ്പറേറ്റിംഗ് സർക്യൂട്ടിലേക്ക് വെള്ളം കിടക്കുകയോ അല്ലെങ്കിൽ പാറ്റകളോ പ്രാണികളോ കയറാതെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സർക്യൂട്ട് ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും. ആ സർക്യൂട്ട് ഒരുപാട് കാലം നിന്നാൽ മാത്രമേ നമ്മളുടെ LED കുറേ കാലം വർക്ക് ചെയ്യുള്ളൂ. നേരത്തെ കാണിച്ചത് തന്നെയാണ് നമ്മുടെ ഹോൾഡറിൽ നിന്ന് കറണ്ട് വരുന്ന ഈ 2 ലീഡുകൾ ഈ സർക്യൂട്ടിൽ ഇവിടെ 2 വയർ ഉണ്ടായിരിക്കും. ഒരു വയർ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി, പിന്നെ ഒരു വയർ നിങ്ങൾക്ക് കാണാം ഈ വെള്ള വയറാണ്. അപ്പോൾ ആ വെള്ള വയറിലൂടെയാണ് നമ്മളുടെ സർക്യൂട്ടിലേക്ക് കറണ്ട് എത്തുന്നത്. ഈ സർക്യൂട്ടിനൊരു പേരുണ്ട്, റെക്ടിഫയർ സർക്യൂട്ട് എന്ന്. ഈ റെക്ടിഫയർ സർക്യൂട്ട് നമ്മുടെ LED വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ കറണ്ടിനെ റെഡിയാക്കി വയ്ക്കും, സെറ്റപ്പാക്കി വയ്ക്കും. എന്നിട്ടാണ് ആ കറണ്ടിനെ നമ്മൾ LED പാനലിലേക്ക് കൊടുക്കുന്നതും LED പാനലിൽ LED ലൈറ്റ് കത്തിയിട്ട് ആ മറ്റേ ഞാൻ കാണിച്ചു തന്ന സ്ഫെറിക്കൽ ആ ഒരു ബൾബിൻ്റെ പോർഷനില്ലേ അതിലൂടെ ലൈറ്റ് നല്ല ഈക്വലായിട്ട് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ LED മെയിൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടും ഈ സ്റ്റീൽ പാനലിനോട് കണക്ട് ചെയ്തിട്ടുള്ള LED പാനലുമാണ്. ഒരു LED ലൈഫ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഈ സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് കേട് വരികയാണെങ്കിൽ ആ LEDയും കേട് വന്നു പോകും. ഇത്രയൊക്കെയാണ് എനിക്ക് LED നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ഇതാണ് LED ഉൾക്കാഴ്ച. ഈ LED ബൾബിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അതിൻ്റെ സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടല്ല, അതിൻ്റെ ഈ LED പാനലിൻ്റെ വലിപ്പത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് റേറ്റിംഗ് കൂടിയ LED ബൾബുകളിൽ ഈ LED പാനലിൻ്റെ വലിപ്പമേ മാറുന്നുണ്ടാവുള്ളൂ. സർക്യൂട്ടൊക്കെ എല്ലാത്തിനും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് LED ബൾബുകളെ കുറിച്ച് കാണിച്ചു തരാനുള്ളത്. കാലങ്ങൾക്ക് മുമ്പ്, അതായത് ഏകദേശം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് വേണമെങ്കിൽ കൃത്യമായി പറയാം, ഉണ്ട ബൾബ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇൻകാൻഡസൻ ലാമ്പുകളായിരുന്നു നമ്മളേവരും ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലം എടുത്തു കഴിഞ്ഞാൽ ഭൂരിഭാഗം വീടുകളിലും LED ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ LED ബൾബുകളുടെ പ്രചാരമാണ് ഇൻകാൻഡസൻ ലാമ്പുകളുടെ പ്രചാരത്തെ ഇല്ലായ്മ ചെയ്യാൻ കാരണമായത്. ഈ അവസരത്തിൽ നമ്മൾ LED ബൾബുകളുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് ഇൻകാൻഡസൻ ലാമ്പിനെ അതിൻ്റെ പ്രചാരം നഷ്ടപ്പെടാൻ കാരണമാക്കിയതെന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു സാധാരണക്കാരനോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും, LED ബൾബ് എന്ന് പറഞ്ഞാൽ വില കൂടുതലാണ്, പക്ഷേ ഒരുപാട് കാലം നിൽക്കുമെന്ന്. അതുതന്നെയാണ് അതിൻ്റെ മേന്മ. ഇൻകാൻഡസൻ ലാമ്പുകൾ വില കുറവാണെങ്കിലും കുറച്ചു കാലമേ നിൽക്കുമായിരുന്നുള്ളൂ. എന്നാൽ LED ബൾബുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വില കൂടുതലാണെങ്കിലും ഒരുപാട് കാലം LED ബൾബുകൾ നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്, പലർക്കും അറിയാത്തൊരു പ്രത്യേകത. LED ബൾബുകൾ കേടുവന്നാൽ വലിച്ചെറിയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. LED ബൾബുകൾ പുനരുപയോഗം ചെയ്യാൻ കഴിയുന്നൊരു തരം ബൾബാണ്. LED ബൾബുകൾ നേരെയാക്കാൻ അറിയുന്നവരും അത് നേരെയാക്കി പുനരുപയോഗം ചെയ്യുന്നവരും ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ ആ ഉള്ളവരെക്കാൾ കൂടുതൽ LED ബൾബുകൾ ഉപയോഗശേഷം വലിച്ചെറിയുന്നവരാണ് കൂടുതലുമുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, LED ബൾബുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അത് കേടുവന്നിട്ടുണ്ടെങ്കിൽ അത് നേരെയാക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തി നോക്കുക. ഇനി എങ്ങനെയാണ് LED ബൾബുകൾ നേരെയാക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒട്ടനവധി ട്യൂട്ടോറിയൽ വീഡിയോസ് യൂട്യൂബിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയാത്തത്. ഇനി ആ വീഡിയോകളൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ തന്നെ നിങ്ങൾക്കൊരു ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകാൻ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്തിട്ടേക്കുക. കാരണം നാളത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.